VSSCയുടെ തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പ എന്ന് പറയുന്ന ഒരു മുക്കുവ ഗ്രാമം ചൂസ് ചെയ്യുകയാണ് ഇന്ത്യയുടെ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്ര പരീക്ഷണത്തിന്. ആ ഒരു കാലഘട്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടായിരിക്കാം സാറിനെ സംബന്ധിച്ചുള്ള അതൊരു ഓർമ്മയെങ്കിലും എങ്ങനെയാണ് പൊതുവെ ഒരു VSSC ഡയറക്ടർ എന്ന നിലയ്ക്ക് ആ തുടക്കത്തിൽ തുമ്പ എന്ന് പറയുന്ന ഒരു അനുഭവം, തലമുറകളായിട്ട് ശാസ്ത്രജ്ഞർ പറയുന്ന അനുഭവങ്ങളാണ്, അതൊന്ന് പറഞ്ഞുതരാമോ? സാർ അത് ഓക്കെ. ബേസിക്കലി ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുമ്പയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഇക്വേറ്റർ തുമ്പയിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ചിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ് തുമ്പ. അതായത് ചില തരത്തിലുള്ള ഈ മാഗ്നറ്റിക് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കുള്ള റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് തുമ്പ. അതുകൊണ്ടാണ് തുമ്പ സെലക്റ്റഡ് ആകുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഭൂമിയുടെ ഭൗമകാന്തിക മേഖലയെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി അവിടെ നിന്ന് സൗണ്ടിങ് റോക്കറ്റ്സ് വിക്ഷേപിച്ചാൽ നല്ലതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ തുമ്പ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ തുമ്പ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. ഇത് ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അധികം നമുക്ക് ബിൽഡിങ്സ് ഇല്ല, ഒന്നുമില്ല. അന്ന് അവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ഈ ചർച്ച് അവർ നമുക്ക് വിട്ടു തന്നു. ആ ചർച്ചിലാണ് ആദ്യത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. വിക്രം സാരാഭായി, അബ്ദുൽ കലാം, അങ്ങനെയുള്ള ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ അത് പരീക്ഷണങ്ങൾ നടത്തി അവർ റോക്കറ്റുകൾ അവിടെ നിന്ന് വിക്ഷേപിച്ച് തുടങ്ങി. അപ്പം അന്ന് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങളൊക്കെ ചിലപ്പം ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സൈക്കിളിൽ റോക്കറ്റിൻ്റെ പാർട്ട് വെച്ചുകൊണ്ട് പോകുന്ന പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഫോട്ടോയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് കണ്ണ് ചിമ്മിയാലേ ഒന്നും കൂടെ ഒന്ന് ഇത് ശരിയാണോ അതോ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന രീതിയിൽ വരെ തോന്നിപ്പോകുന്ന ഒന്നാണ്. സൈക്കിളിന്റെ പുറകിൽ റോക്കറ്റിന്റെ ഒരു ഭാഗം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ശാസ്ത്രജ്ഞർ. അതെ സാർ, അത് സത്യമാണ്. കാരണം അന്ന് വലിയ ഇൻഫ്രാസ്ട്രക്ചറൊന്നുമില്ല, അധികം വാഹനങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ ഡെവലപ്മെൻറ്റ് അത് ഇത്രയൊക്കെ എത്തിച്ചേരാൻ ഇന്ത്യക്ക് കഴിവുണ്ട് എന്ന് വിഭാവനം ചെയ്ത വിക്രം സാരാഭായിയെ പോലുള്ള മഹാരഥികളുടെ ലീഡേഴ്സിൻ്റെയും ആ ഒരു സ്വപ്നം കാണാനുള്ള കഴിവാണ് നമ്മളെ ഇന്നിവിടെ എത്തിച്ചത്. അപ്പോൾ എനിക്കത് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമുക്ക് എല്ലാ വിഭവങ്ങളും നമ്മുടെ ചുറ്റുമുള്ളപ്പം നമുക്ക് സ്വപ്നം കാണാൻ എളുപ്പമാണ്. ഒന്നുമില്ലായ്മയിൽ നിൽക്കുമ്പോൾ, വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ സ്വപ്നം കാണാനും ധൈര്യമായിട്ട് ചുവടുകൾ മുന്നോട്ട് വയ്ക്കാനും, അങ്ങനെ ധൈര്യമായിട്ട് ചുവടുകൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് ഒരു രാഷ്ട്രത്തെ പ്രേരിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ ഒരു വലിയ വിജയം.